കേരളത്തിലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം എല്ലാവരും അറിയാതെ ഒന്ന് CPM-നെ പരിഹസിച്ചു പോയ ഒരു മണ്ഡലം അത് എറണാകുളം തന്നെയാണ്. അവർക്ക് ആ സീറ്റ് വേണ്ട എന്നാണ് അർത്ഥം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർ അരയും തലയും മുറുക്കി കാത്തിരുന്നപ്പോൾ അവരുടെ മുന്നിലേക്ക് ഏതോ ഒരു പേയ്മെന്റ് സ്ഥാനാർത്ഥിയെ എറിഞ്ഞുകൊടുത്ത് നിരാശരാക്കിയതുപോലെ തന്നെയാണ് ഇത്തവണ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും മന്ത്രിയും MLA-മാരും മുൻമന്ത്രിമാരും അടങ്ങുന്ന CPM-ന്റെ പട്ടികയിലെ സർപ്രൈസ് പേരായിരുന്നു KJ ഷൈൻ എന്ന ഷൈൻ ടീച്ചർ. വടക്കൻ പറവൂരിലെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ സജീവ സാന്നിധ്യമായ ഷൈൻ ടീച്ചറിലൂടെ എറണാകുളത്ത് ഒരു വിജയത്തിലേക്ക് എത്താനാണ് CPM-ന്റെ ശ്രമം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കേട്ട് ചിരിക്കാൻ മാത്രമേ പൊതുസമൂഹത്തിന് കഴിയുകയുള്ളൂ. സ്ഥാനാർത്ഥിയെ പരസ്യമായി താഴ്ത്തിക്കെട്ടാനൊന്നും ഞങ്ങളില്ല. എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന വനിതാ നേതാവ് UDF-ന് ഒരു എതിരാളിയേ അല്ല. പ്രത്യേകിച്ച് എറണാകുളത്തിന്റെ മണ്ണും മനസ്സും കീഴടക്കിയ ഹൈബി ഈഡന്റെ എതിരാളിയായി വരാനുള്ള പ്രാപ്തിയൊന്നും ഈ ഷൈൻ ടീച്ചർക്കില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ഹൈബി ഈഡന് പറ്റിയ പോരാളിയല്ല ഇടതുപക്ഷത്തിൻ്റേത് എന്ന് പറയുമ്പോഴാണ് അവിടെ BJP സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന ചോദ്യം കടന്നു വരുന്നത്. BJP സ്ഥാനാർത്ഥിയായി എറണാകുളം മണ്ഡലത്തിൽ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെയും അതുപോലെ കിറ്റെക്സ് ഗ്രൂപ്പ് MD സാബു ജേക്കബിന്റെ പേരുമൊക്കെ പരിഗണിക്കുന്നു. അതിൽ സാബു ജേക്കബ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനോ അഥവാ ഇറങ്ങിയാൽ തന്നെ ചാലക്കുടി സീറ്റിലേക്ക് പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അനിൽ ആന്റണിക്ക് തന്നെയാണ് എറണാകുളത്ത് സാധ്യത. അനിൽ ആന്റണി എറണാകുളത്തേക്ക് എത്തുമ്പോൾ ഏറെ പ്രത്യേകതയുണ്ട്. കോൺഗ്രസുകാർ ഉറഞ്ഞു തുള്ളുന്ന ഒരു മണ്ഡലമായ എറണാകുളത്ത് UDF-ന്റെയും BJP-യുടെയും സ്ഥാനാർത്ഥികളായി എത്തുന്നത് കോൺഗ്രസ് നേതാക്കളുടെ മക്കളായിരിക്കും. കോൺഗ്രസുകാരുടെ ആവേശമായിരുന്ന ജോർജ് ഈഡന്റെയും AK ആന്റണിയുടെയും മക്കൾ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. അതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരാൾ അച്ഛനെ സ്നേഹിച്ച് അച്ഛൻ്റെ പാതയിലൂടെ കടന്നു വന്ന മകൻ, മറ്റൊരാൾ അച്ഛനെ വഞ്ചിച്ച് അച്ഛൻ്റെ കുതികാൽ വെട്ടി വന്ന മകൻ. അപ്പോൾ അങ്ങനെ ഒരാളെ നിലം തൊടിക്കാതെ പറപ്പിക്കാൻ എറണാകുളത്തെ വോട്ടർമാർക്ക് ഒരു താല്പര്യം പ്രത്യേകിച്ചു കാണും. എറണാകുളത്തിൻ്റെ MLA-യും MP-യും ഒക്കെയായ ജോർജ് ഈഡൻ രാവും പകലും പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലാതെ പാർട്ടിയിൽ നിന്നും ഒന്നും നേടിയെടുത്ത് കൊണ്ടുപോയിട്ടില്ല. എന്നാൽ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിനോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്നും എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുത്ത നേതാവാണ് AK ആന്റണി. അദ്ദേഹത്തിന് ലഭിച്ച പദവിയും പത്രാസുമൊന്നും ഇവിടെ പറയുന്നില്ല ഇപ്പോൾ. എന്നിട്ടും ആ പാർട്ടി നൽകിയ പദവിയുടെ ചെലവിൽ തിന്നുകൊടുത്ത മകൻ പാർട്ടിയെ വഞ്ചിച്ചു പോയി. അവൻ എറണാകുളത്തിന്റെ മണ്ണിൽ ഏറ്റുമുട്ടാൻ സാധ്യതയേറിയിരിക്കുന്നു. അങ്ങനെ വന്നാൽ എറണാകുളം പൊതുജനങ്ങളുടെ പ്രതികാരാഗ്നിയിൽ ചുട്ടുപൊള്ളും എന്നതിൽ സംശയമില്ല.